കൊല്ലം ജില്ലാ സമ്മേളനം മയ്യനാട്ട് നടക്കുകയാണ്. CPM-ന്റെ നിങ്ങൾക്കറിയാം. സന്ദീപ് വാര്യരെ CPM-ൽ ചേർക്കാൻ ശ്രമിച്ചതിന് കേന്ദ്ര കമ്മിറ്റി അംഗം AK ബാലന് CPM കൊല്ലം ജില്ലാ സമ്മേളനത്തിലെ നല്ല വിമർശനം കിട്ടി. പൊതുചർച്ചയിലാണ് ഈ വിമർശനം ഉയർന്നത്. പ്രകാശ് ജാവദേക്കർ കൂടിക്കാഴ്ചയിലും ആത്മകഥാ വിവാദത്തിലും EP ജയരാജനെതിരെ നടപടി വേണമെന്നും ചർച്ചയിൽ ആവശ്യമുയർന്നു. അതിനിടെ കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള 3 പേരെ ഒഴിവാക്കി CPM കൊല്ലം ജില്ലാ കമ്മിറ്റി തെരഞ്ഞെടുക്കാനുള്ള നടപടികളും ആരംഭിച്ചെന്ന് ഞങ്ങളുടെ പ്രതിനിധി ശ്രീജിത്ത് റിപ്പോർട്ട് ചെയ്യുന്നു. ശ്രീജിത്ത് ചേരുന്നു മയ്യനാട് നിന്ന്. ഗുഡ് മോർണിംഗ് ശ്രീജിത്ത്, വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SKN. ഇന്നലെ വൈകുന്നേരം അവസാനിച്ച പൊതുചർച്ചയിലാണ് സന്ദീപ് വാര്യരെ CPM-ൽ ചേർക്കാനുള്ള നീക്കത്തിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചത്. വർഗീയപരമായിട്ടുള്ള ധ്രുവീകരണമുണ്ടാക്കുന്ന പ്രതികരണങ്ങൾ നടത്തിയ സന്ദീപ് വാര്യരെ എങ്ങനെയാണ് CPM പോലൊരു പാർട്ടിയിലേക്ക് ഉൾപ്പെടുത്താൻ കഴിയുമെന്ന ചോദ്യമാണ് പ്രതിനിധികൾ ചോദിച്ചത്. സന്ദീപ് വാര്യർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകി കേന്ദ്ര കമ്മിറ്റി അംഗം മുതിർന്ന നേതാവുമായി AK ബാലൻ നടത്തിയ പ്രതികരണത്തിനെതിരെയും വിമർശനം ഉയർന്നു. സന്ദീപ് വാര്യർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകിയത് തെറ്റായ ഒരു ചിത്രീകരണമാണ് ഉണ്ടാക്കിയത്, അതൊരിക്കലും പാടില്ലാത്തതായിരുന്നു എന്ന വിമർശനമാണ് AK ബാലനെതിരെ ഉയർന്നത്. ഇതോടൊപ്പം തന്നെ മുതിർന്ന നേതാവും കേന്ദ്ര കമ്മിറ്റി അംഗവുമായ EP ജയരാജനെതിരെ നടപടി വേണമെന്ന ആവശ്യവും പൊതുചർച്ചയിൽ ഉയർന്നു. ആത്മകഥാ വിവാദത്തിലും കേരള പ്രഭാരിയായ പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും ആണ് EP-ക്കെതിരെ നടപടി വേണമെന്ന ആവശ്യം ഉയർന്നത്. EP എല്ലാ തെരഞ്ഞെടുപ്പുകളിലും ഓരോരോ വിവാദങ്ങൾ ഉണ്ടാക്കും, അതിനെയെല്ലാം പാർട്ടി ഇങ്ങനെ സഹിച്ചു പോകുന്നതാണോ ശരിയായ രീതി എന്ന ചോദ്യമാണ് പ്രതിനിധികൾ ഉയർത്തിയത്. എന്തായാലും പൊതുചർച്ചയ്ക്കുള്ള മറുപടി ഇന്നലെ തന്നെ അവസാനിച്ചു. ഇന്ന് രാവിലെ പുതിയ ജില്ലാ കമ്മിറ്റിയെ തിരഞ്ഞെടുക്കാനുള്ള നടപടികൾ ആരംഭിക്കുകയാണ്. ഇന്നലെ സംസ്ഥാനത്ത് സമ്മേളനത്തിൽ പങ്കെടുക്കുന്ന പ്രധാനപ്പെട്ട നേതാക്കൾ പുതിയ ജില്ലാ കമ്മിറ്റിയെ സംബന്ധിച്ച ആലോചനയ്ക്കായി ഈ പ്രത്യേക യോഗം ചേർന്നു. ഇന്ന് രാവിലെ 10 മണിക്ക് നിലവിലുള്ള ജില്ലാ കമ്മിറ്റി ചേരും. ഈ ജില്ലാ കമ്മിറ്റിയിലാണ് പുതിയ ജില്ലാ കമ്മിറ്റിയുടെ പാനൽ സംബന്ധിച്ച ഒരു അഭിപ്രായ സ്വരൂപീകരണം അന്തിമമായി ഉണ്ടാകുന്നത്. അത് പിന്നീട് പ്രതിനിധികൾക്ക് മുമ്പിൽ അവതരിപ്പിച്ചാണ് ജില്ലാ കമ്മിറ്റിയെ തെരഞ്ഞെടുക്കുക. എന്തായാലും ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് കരുനാഗപ്പള്ളിയിലെ നേതാക്കളായ PR വസന്തൻ, S രാധാമണി, PK ബാലേന്ദ്രൻ എന്നിവരെ ഒഴിവാക്കുമെന്ന് ഉറപ്പാണ്. കാരണം അവിടുത്തെ വിഭാഗീയ പ്രശ്നങ്ങളുടെ പേരിൽ ഇവർക്കെതിരെയുള്ള ഒരു നടപടി എന്ന നിലയ്ക്കാണ് സമ്മേളനം തെരഞ്ഞെടുക്കുന്ന ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നത്. സംസ്ഥാന കമ്മിറ്റി അംഗമായ സൂസൻ കോടിയും കരുനാഗപ്പള്ളിയിൽ നിന്നുള്ള നേതാവാണ്. എന്നാൽ അവർക്കെതിരായ ഒഴിവാക്കലും മറ്റും സംസ്ഥാന സമ്മേളനത്തിലെ ഉണ്ടാകുകയുള്ളൂ. പുതിയ 46 അംഗ ജില്ലാ കമ്മിറ്റിയാണ് തിരഞ്ഞെടുക്കേണ്ടത്. ഈ ജില്ലാ കമ്മിറ്റിയിൽ ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ആളുകൾ ഒഴിയുമ്പോൾ മൊത്തം 5 ഒഴിവുകളുണ്ട്. ഇതിലേക്ക് DYFI ജില്ലാ സെക്രട്ടറി ശ്യാം മോഹൻ അടക്കമുള്ള നേതാക്കൾ പുതുതായി കടന്നുവരും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം. SKN.